ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്റർ ആണ് കേട്ടോ. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. ഇവിടെ ആദ്യമായിട്ടൊരു ബോക്സിനകത്ത് ഒരു പ്രസംഗത്തിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതു ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പൊ ഇത് ആരുടെ പ്രസംഗമാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ആണ് കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യ പുലരിയില് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിനകത്ത് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച, ഇത് ആരുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർഭരവും ഉത്തരവാദിത്തപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. അപ്പോ വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർഭരവും ഉത്തരവാദിത്തപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ വലുതും പ്രധാനപ്പെട്ടതും ആയിരുന്നു. ഇനി സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് പറയുന്നത് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമ രാഷ്ട്ര നിർമ്മാണവും. അപ്പൊ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ ഏതൊക്കെയാണ്? ജനാധിപത്യ ഭരണക്രമവും ക്ഷേമ രാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ലക്ഷ്യപ്രമേയത്തിലെ കുറച്ച് ആശയങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഒന്നാമതായിട്ട് ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഒന്നുകൂടെ പറയാം. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയം ഭരണ യൂണിറ്റുകളായിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വയം ഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. അപ്പൊ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയം ഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. നാലാമതായിട്ട് പറയുന്നത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും
കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ലക്ഷ്യപ്രമേയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെഹ്റു ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയില് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി ചോദിച്ചാൽ അത് 1946 ഡിസംബർ 13 1946 ഡിസംബർ 13. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആമുഖത്തെ കുറിച്ചാണ് കേട്ടോ. ഭാരതത്തിന്റെ ഭരണഘടന ആമുഖം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും ആയ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ആമുഖത്തില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ PSC ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഇനി ചോദിക്കും ഇന്ത്യൻ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക ഡേറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനയിലെ ആമുഖത്തിൽ ചോദിച്ച ഏക തീയതി ചോദിച്ചാൽ ഏത് പറയും? അത് 1949 നവംബർ 26 1949 നവംബർ 26. ഇനി 1976 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം കൂട്ടിച്ചേർത്തത് എന്താണ്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. 3 വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 1976 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത്. അത് നിലവിൽ പ്രാബല്യത്തിൽ വന്നത് 3/1/1977 കേട്ടോ. ജനുവരി 3 1977 പ്രാബല്യത്തിൽ വന്നു. അപ്പം അത് അത്രയും കാര്യങ്ങള് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഭരണഘടനയുടെ സവിശേഷതകളാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ച് 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ച് 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച തീയതി ചോദിച്ചാൽ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച തീയതി ചോദിച്ചാൽ എന്താണ്? അത് 1949 നവംബർ 26 1949 നവംബർ 26. നിലവിൽ വന്നപ്പോൾ 22 ഭാഗങ്ങൾ, 395 വകുപ്പ്, 8 പട്ടികകളും ഉണ്ടായിരുന്നു. അപ്പൊ എത്ര ഭാഗങ്ങളാണ് നിലവിൽ വന്നപ്പോൾ? 22 ഭാഗങ്ങൾ,
395 വകുപ്പ്, 8 പട്ടികകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ എത്രയാണ് 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത് കേട്ടോ. നിലവില് 470 അനുച്ഛേദം, 12 പട്ടിക, 25 ഭാഗം. അപ്പോഴ് നിലവിൽ വന്ന സമയത്ത് 22 ഭാഗങ്ങളും 395 വകുപ്പും 8 പട്ടികകളും ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി എന്നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി ചോദിച്ചാല് അത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതിയാണ് 1950 ജനുവരി 26. ഇത്രയും സവിശേഷതകളാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് കൂടുതൽ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. എന്താണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അതിൽ പറയുന്നത് 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. ഇപ്പൊ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. രണ്ടാമതായിട്ട് പറയുന്നത് പാർലമെന്ററി ജനാധിപത്യം. എന്താണ്? പാർലമെന്ററി ജനാധിപത്യം. ഇതിൽ പറയുന്നത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങള് നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. ഇനി നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ എന്താണ്? നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതാണ് പാർലമെന്ററി ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ദൃഢവും അയവുള്ളതുമായ ഘടന. എന്താണ്? ദൃഢവും അയവുള്ളതുമായ ഘടന. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇതാണ് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയിൽ പറയുന്നത്. എന്താണ്? ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാല് മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇനി അടുത്തയായിട്ട് പറയുന്നത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളും പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും. എന്താണ്? മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. എന്താണ്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ്. പിന്നെ ഇതെന്താണ്? പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഇതാണ് മൗലിക കർത്തവ്യങ്ങളും മൗലിക അവകാശങ്ങളും കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തയായിട്ട് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഏതെന്ന് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഇതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അഥവാ ലോക്സഭ നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അഥവാ രാജ്യസഭ എന്നിങ്ങനെ 2 സഭകൾ അടങ്ങിയതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ എന്ന് പറയുന്നത് എന്താണ്? ലോക്സഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അതായത് രാജ്യസഭ എന്നിങ്ങനെ 2 സഭകൾ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ച് നൽകിയിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തയായിട്ട് പറയുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ.
നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനമാണ്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. ഇനി അടുത്തയായിട്ട് പറയുന്നത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമായിരിക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പൊ ഇത്രയാണ് ഭരണഘടനയുടെ സവിശേഷതയായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് പാർലമെന്ററി ജനാധിപത്യം, ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇത്രയാണ് ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് പറയുന്നത്. ഇനി അടുത്തയായിട്ട് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസം ആണ് കേട്ടോ. ഇന്ത്യൻ ഫെഡറലിസം ആണ്. അപ്പം ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന പാർലമെന്ററി ജനാധിപത്യം, ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫെഡറലിസം ആണ് കേട്ടോ. ഇന്ത്യൻ ഫെഡറലിസം. ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച സെമിനാർ പ്രബന്ധത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരം ഒരു ഭരണക്രമീകരണം പ്രയോജനപ്പെടുത്തുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനവും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്നോട് പറയാം, ഇതിലെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. പിന്നീട് അതിൽ പറയുന്നത് പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിന് ഈ ഫെഡറൽ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുവാൻ സാധിക്കുന്നു. ഇനി അടുത്തതായിട്ടൊരു പോയിന്റ് പറയുന്നത് അതില് ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നു. പിന്നീട് എന്താണ്? എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. ഇതാണ് ഇന്ത്യൻ ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിനും പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസം സഹായിക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നീട് എന്താണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമമാണ്
എന്താണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത് എന്തൊക്കെയാണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. അപ്പൊ എന്തൊക്കെയാണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. അപ്പൊ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലത്തിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഏത്? ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളാണ് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഇനി അടുത്തയായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഭാഗം 1 യൂണിയനും അതിന്റെ ഭൂപ്രദേശവും. ഭാഗം 1 എന്താണ് പ്രതിപാദിക്കുന്നത്? യൂണിയനും അതിന്റെ ഭൂപ്രദേശവുമാണ് പറയുന്നത്. ഭാഗം 1 യൂണിയനും അതിന്റെ ഭൂപ്രദേശവും. യൂണിയന്റെ പേരും ഭൂപ്രദേശവും ഇന്ത്യ, അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. അപ്പൊ എന്താ ഭാഗം 1 പറയുന്നത്? യൂണിയന്റെ പേരും ഭൂപ്രദേശവും. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. ഇനി ക്ലോസ് 2 പറയുന്നത് സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. എന്താണ്? സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. ക്ലോസ് 3 പറയുന്നത് ഭാരതത്തിന്റെ ഭൂപ്രദേശം അതിന്റെ സബ് ക്ലോസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും പിന്നീട് എന്ന് പറഞ്ഞിട്ട് 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. അപ്പൊ ഇത്രയാണ് ഭാഗം 1 പറയുന്നത്. യൂണിയനും അതിന്റെ ഭൂപ്രദേശവും. ഇത് മാത്രം അറിഞ്ഞു വെച്ചാൽ കേട്ടോ. യൂണിയനും അതിന്റെ ഭൂപ്രദേശവും. ഇന്ത്യ അതായത് ഭാരതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് എന്ന് പറയുന്നു. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അപ്പം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനത്തെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അടുത്തയായിട്ട് പറയാൻ പോകുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ് കേട്ടോ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. അടുത്തതായിട്ട് പറയുന്നത് ഭരണഘടനയുടെ പരമാധികാരം. മൂന്നാമതായിട്ട് പറയുന്നത് ഏക പൗരത്വം. എന്താണ് പറയുന്നത്? ഏക പൗരത്വം. ഇനി ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളുടെ ആർക്കാണ്? കേന്ദ്രത്തിനാണ് മുൻകൈ. ഇനി എന്താണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഇനി കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്കായിരിക്കും? കേന്ദ്രത്തിന്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അടുത്തതായിട്ട് പറയുന്നത് അർദ്ധ ഫെഡറൽ സംവിധാനം. ഇത്രയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതയായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയാം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. ഭരണഘടനയുടെ പരമാധികാരം. മൂന്നാമതായിട്ട് പറയുന്നത് ഏക പൗരത്വം. നാലാമതായിട്ട് പറയുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. കേന്ദ്രത്തിന് മേൽക്കൈ. അഞ്ചാമതായിട്ട് പറയുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഇനി അടുത്തായിട്ട് പറയുന്നത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം.
കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. അടുത്തത് അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. അടുത്തതായിട്ട് പറയുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അടുത്തതായിട്ട് പറയുന്നത് അർദ്ധ ഫെഡറൽ സംവിധാനം. അർദ്ധ ഫെഡറൽ സംവിധാനം. ഇത്രയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതയായിട്ട് പറയുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അധികാര വിഭജനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഇത് ഭരണഘടനയുടെ എത്രാം പട്ടികയിലാണ്? ഭരണഘടനയുടെ അധികാര വിഭജനത്തെ കുറിച്ച് പരാമർശിക്കുന്ന അധികാര വിഭജനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടിക എത്രയാണ്? അത് 7ാം പട്ടികയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ചോദിച്ചാൽ അത് 7ാം പട്ടികയാണ്. ഇനി അടുത്തയായിട്ട് പറയുന്നത് അധികാര വിഭജനം 7ാം പട്ടികയിൽ, അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഡിവിഷൻ ഓഫ് പവേഴ്സ്. അപ്പൊ എത്രാം പട്ടികയിലാണ്? 7ാം പട്ടികയിലാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് ഇതിൽ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ്. അപ്പം അധികാരം ആർക്കാണ് കൂടുതൽ അധികാരം? നിയമം നിർമ്മിക്കാൻ കൂടുതൽ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ഒന്നുകൂടെ പറയാം, കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണം ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്നത്? പ്രധാനമായിട്ടും വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇത്രയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇതാണ് യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തയായിട്ട് പറയുന്നത് സംസ്ഥാന ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. എന്താണ്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ ഇത് 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴ് സംസ്ഥാന ലിസ്റ്റില് തുടക്കത്തില് 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ എത്രയാണ്? നിലവില് അത് 59 കേട്ടോ. നിലവിൽ 59 വിഷയങ്ങളാണ്. അപ്പൊ ഉദാഹരണം ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. ഇപ്പം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. ഇനി അടുത്തയായിട്ട് പറയുന്നത് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. ഇപ്പൊ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ എത്രയാണ്? 47 വിഷയങ്ങളാണ് ഉള്ളത്. നിലവില് 52 വിഷയം. യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് യൂണിയൻ നിലവിൽ വന്ന സമയത്ത് 97 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. യൂണിയൻ ലിസ്റ്റില് തുടക്കത്തിൽ 97 വിഷയം, സംസ്ഥാന ലിസ്റ്റില് തുടക്കത്തിൽ 66 വിഷയങ്ങളും, കൺകറന്റ് ലിസ്റ്റില് തുടക്കത്തിൽ 47 വിഷയങ്ങളും. ഇപ്പം യൂണിയൻ ലിസ്റ്റില് 98 വിഷയം. 98 വിഷയങ്ങള്
യൂണിയൻ ലിസ്റ്റിനകത്ത് 98 വിഷയങ്ങൾ, സംസ്ഥാന ലിസ്റ്റിനകത്ത് നിലവിൽ 59 വിഷയങ്ങൾ, സംസ്ഥാന ലിസ്റ്റിനകത്ത് നിലവിൽ 59 വിഷയങ്ങൾ. പിന്നീട് കൺകറന്റ് ലിസ്റ്റിൽ നിലവിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 52 വിഷയങ്ങളാണ് കേട്ടോ. കൺകറന്റിൽ നിലവിൽ 52 വിഷയങ്ങളാണ്. SCERT-ക്കകത്ത് നിലവിൽ കൊടുത്തിട്ടില്ല, തുടക്കം വന്നത് തൊട്ടുള്ള മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് ഏത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതില് തുടക്കത്തിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണം വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. അപ്പം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. ഇനി അടുത്തയായിട്ട് പറയുന്നത് അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസ്യൂഡറി പവേഴ്സ് ആണ് കേട്ടോ. റെസ്യൂഡറി പവേഴ്സ് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പ്രതിപാദിക്കാത്ത വിഷയങ്ങള് മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികയിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പം റെസ്യൂഡറി പവേഴ്സില് എന്താണ് നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ഉദാഹരണം സൈബർ നിയമങ്ങൾ. ഉദാഹരണം എന്താണ്? സൈബർ നിയമങ്ങൾ. ഇനി അടുത്തതായിട്ട് അധികാരം വേർതിരിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന് മേൽ ഒരു പരിധിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടനകളുടെ അധികാരത്തിനു മേൽ ഒരു പരിധിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തയായിട്ട് അധികാരം വേർതിരിക്കൽ അഥവാ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ് പറയാൻ പോകുന്നത്. അതില് നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാൻ പോവാട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേറ്റർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. അപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെന്റ്. രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. എന്താണ്? രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായ ജന അഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകൾ ഉള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പൊ എന്താണ്? ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായിട്ട് അവരുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും, അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകരമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു.
സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേറ്റർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? അത് പാർലമെന്റ് എന്നാണ്. ഇനി രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്. വിവിധങ്ങളായ ജന അഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പം ലോക്സഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയില് രണ്ട് സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകരമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകള് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പൊ സംസ്ഥാനങ്ങളില് നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. ഇനി അടുത്തയായിട്ട് നിയമനിർമ്മാണ സഭകളുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ. ഒന്നാമതായിട്ട് പറയുന്നത് നിയമനിർമ്മാണം. എന്താണ്? നിയമനിർമ്മാണം. രണ്ടാമതായിട്ട് പറയുന്നത് പൊതു ഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. പൊതു ഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക. അടുത്തയായിട്ട് പറയുന്നത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. എന്താണ്? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. അടുത്തയായിട്ട് പറയുന്നത് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളില് ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. അടുത്തയായിട്ട് പറയുന്നത് ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇത്രയാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലയായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയാം. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? നിയമനിർമ്മാണം. അടുത്തയായിട്ട് പറയുന്നത് പൊതു ഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. പൊതു ഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. അടുത്തയായിട്ട് പറയുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക. അടുത്തയായിട്ട് പറയുന്നത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. എന്താണ്? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. അടുത്തയായിട്ട് പറയുന്നത് എന്താണ്? ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇത്രയാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലകളായിട്ട് പറയുന്നത്. ഇനി അടുത്തയായിട്ട് ലോക്സഭയാണ് കേട്ടോ. ലോക്സഭയെ കുറിച്ച് പറയാൻ പോവാണ്. പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോക്സഭ. പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോക്സഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ പാർലമെന്റിന്റെ അധോ മണ്ഡലസഭ എന്നറിയപ്പെടുന്നത് എന്താണ്? ലോക്സഭയാണ്. പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോക്സഭ എന്ന് പറയുന്നത്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോക്സഭയിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ്? 25 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഇനി ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇനി ലോക്സഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? ലോക്സഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 500. അപ്പം 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത്
5 വർഷമാണ്. ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 550 ആണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് എത്രയാണ്? 550 ആണ്. എന്നാൽ നിലവിൽ 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. അപ്പൊ നിലവിൽ എത്രയാണ്? 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ലോക്സഭയിൽ ഉള്ളത്. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. അപ്പം ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാക്കുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ഒന്നുകൂടെ പറയാം. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ഇനി ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ധനപരമായ വിഷയങ്ങളില് ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങൾ ഉണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. എന്താണ്? ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഇത്രയാണ് ലോക്സഭയെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തയായിട്ട് പറയുന്നത് രാജ്യസഭയാണ്. പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്ന ഏതാണ്? പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് അത് രാജ്യസഭയാണ്. ഇനി ഇവിടെ ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ. ഇനി സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. എന്താണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോഴെത്രയാണ്? 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഇനി സഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ സഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഇനി രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്? രാജ്യസഭയിലെ 1/3 അംഗങ്ങള് ഓരോ 2 വർഷം കൂടുമ്പോൾ വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഇനി രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? അത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 250 ആണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 250 ആണ്. ഇതില് 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. ഇതില് 250 പേരില് 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലാണ്. ഇപ്പൊ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇതാണ് പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആരാണ്? രാജ്യസഭയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത്രയാണ് ലോക്സഭയും രാജ്യസഭയും കുറിച്ച് പറയുന്നത് കേട്ടോ. ഇനി ലോക്സഭയുടെ രാജ്യസഭയുടെ സവിശേഷതകൾ മനസ്സിലാക്കി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോക്സഭ അധോസഭ എന്നറിയപ്പെടുന്നു. രാജ്യസഭ എന്താണ്? ഉപരിസഭ എന്ന് പറയുന്നു. പിന്നീട് എന്താണ്? 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോക്സഭയിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട്. എന്നാൽ രാജ്യസഭയിൽ അത് എത്രയായിരിക്കും? 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഇനി ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണെങ്കിൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നിയമനിർമ്മാണം ഇന്ത്യയിൽ.
ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യയില് നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. നിർമ്മാണ പ്രക്രിയയില് ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. അപ്പം നിയമനിർമ്മാണ പ്രക്രിയയില് ഭരണഘടനയിൽ അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജന അഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജന അഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനും നിയമനിർമ്മാണം നടത്താറുണ്ട്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിന് നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബിൽ തയ്യാറാക്കുന്നത്. അപ്പൊ എന്താണ്, നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബിൽ തയ്യാറാക്കുന്നത്. ഇനി ബില്ലുകൾ വിവിധ തരം ഉണ്ട്. വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ ബില്ലുകൾ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത്. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ എന്ന് പറയുന്നത്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ എന്ന് പറയുന്നത്. ധനബിൽ ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പൊ ധനബില്ല് ലോക്സഭയിലായിരിക്കും ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ എന്ന് പറയുന്നത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. ഏതൊക്കെയാണ്? ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലുകളാണ് ഗവൺമെന്റ് ബില്ല്. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ എന്താണ്? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളെ അറിയപ്പെടുന്ന പേരാണ് ധനബില്ലുകൾ. ധനബില്ലുകൾ ലോക്സഭയിലായിരിക്കും ആദ്യം അവതരിപ്പിക്കപ്പെടുക. ഇനി ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെയാണ്? ഭരണഘടനാ ഭേദഗതി ബില്ലും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒന്നാം വായന. ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ. ഒന്നാം വായന. ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അപ്പം ധനബില്ല് അല്ലാത്ത ഒരു ബില്ല്, ഏതൊരു ബില്ലും എന്താണ്? ഇരുസഭകളിൽ ഏതെങ്കിലും, ലോക്സഭയിലോ ഇരുസഭകളില് ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ഇനി രണ്ടാം വായന എന്താണ്? ഈ ഘട്ടത്തില് രണ്ടാം വായനയില് എന്താണ്? ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. ഇവിടെ എന്താണ്? ഈ ഘട്ടത്തില് ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടമെന്നും ഇത് അറിയപ്പെടുന്നു. അപ്പൊ രണ്ടാം വായനയാണ് കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത്. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാം വായനയിലാണ് മാറ്റങ്ങളോ ഭേദഗതികളോ വരുത്താൻ സാധിക്കുക. അപ്പൊ എന്താണ്? ഒന്നാമത്തെ വായനയില് ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നില് മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ഇനി രണ്ടാം വായനയിൽ എന്താണ്? ഈ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും അറിയപ്പെടുന്ന ഘട്ടം ഏതാണ്? അത് രണ്ടാം വായനയാണ്. ഇനി എന്താണ് പറയുന്നത്? മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തില് സ്വീകരിക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് മൂന്നാം വായനയാണ്. ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്ന ഘട്ടമാണ് ഏത്? മൂന്നാം വായന എന്ന് പറയുന്നത്. ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്ന ഘട്ടമാണ് മൂന്നാം വായന എന്ന് പറയുന്നത്. ഇനി ബിൽ അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ബില്ല് അവതരിപ്പിച്ച സഭയില് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ
രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരുസഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായിട്ട് മാറുന്നു. ഇതാണ് ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒന്നാം വായനയില് ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നില് ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും ഒന്നില് മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. രണ്ടാം വായനയിൽ എന്താണ് ഈ ഘട്ടത്തില് ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് രണ്ടാം വായനാ ഘട്ടമാണ് കേട്ടോ. രണ്ടാം വായനാ ഘട്ടമാണ് കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത്. ഇവിടെ എന്താണ്? മാറ്റങ്ങളോ ഭേദഗതികളോ വരുത്താൻ ഈ ഘട്ടത്തില് സ്വീകരിക്കുന്നുണ്ട്. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. ഇനി മൂന്നാം വായനയില് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായനയില് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ബില്ല് അവതരിപ്പിച്ച ഏത് സഭയാണോ ആ നടപടിക്രമങ്ങൾ അവിടെ എടുത്ത നടപടിക്രമങ്ങൾ പൂർത്തിയായ ഉടനെ തന്നെ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളിലും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുകയും അങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായിട്ട് മാറുന്നു. ഇതാണ് ഒരു ബില്ല് നിയമമാകുന്നതിന്റെ ഘട്ടങ്ങൾ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഭരണഘടന ഭേദഗതിയാണ്. ഇപ്പൊ ഇവിടെ ബോക്സിനകത്ത് കുറെ കൊടുത്തിട്ടുണ്ട്. 61 ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. ഇനി 86 ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. വിദ്യാഭ്യാസം നമുക്കിനി മൗലിക അവകാശം. 101 ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി നിലവിൽ വന്നു. ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് പറയുന്നത്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച ഭേദഗതി ചോദിച്ചാൽ അതാണ് എന്താണ് 61 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇനി ജി എസ് ടി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ അത് 101 ഭേദഗതി പ്രകാരമാണ് ചരക്ക് സേവന നികുതി നിലവിൽ വരുന്നത്. പിന്നെ എന്താണ് വിദ്യാഭ്യാസ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത്. ഭരണഘടനയില് തിരുത്തലുകളോ ഒഴിവാക്കലോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ്? ഭരണഘടനയില് തിരുത്തലുകളോ ഒഴിവാക്കലോ കൂട്ടിച്ചേർക്കലോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. അപ്പൊ സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് കാലാനുസൃതമായിട്ട് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഭേദഗതി പ്രക്രിയ സഹായമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? അത് പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയില് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അംഗീകാരം ലഭിക്കുന്നത്. അപ്പൊ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എത്രയാണ്? അത് 368 ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അംഗീകാരം ലഭിക്കുന്നത്. ഇനി ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെ അംഗീകാരം ആവശ്യമാണ്. ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ലോക്സഭയുടെ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമായിട്ട് വരുന്നുണ്ട്. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. എന്താണ് പറയുന്നത്? ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അപ്പോഴ് എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? ഭരണഘടനയിലെ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇനി അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അംഗീകാരം ലഭിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങള്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഭേദഗതി രീതികളാണ്. ഭേദഗതി രീതികള് ഒന്നാമതായിട്ട് പറയുന്നത് അയവുള്ള ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. അപ്പൊ അയവുള്ള ഭേദഗതി എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ
പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇതാണ് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാല് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ. ഇപ്പൊ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകള് പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇതാണ് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ. ഇനി എന്താണ് ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്? ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഇതാണ് ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. ഇതാണ് ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാന് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം അനിവാര്യമാണ്. ഇതാണ് ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാല് മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവ. ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും. ഇവയിലൊക്കെ ഭേദഗതി വരുത്താൻ എന്താ? മൗലിക അവകാശങ്ങളിലും മാർഗനിർദ്ദേശക തത്വങ്ങളിലൊക്കെ ഭേദഗതി വരുത്താൻ എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തയായിട്ട് പറയുന്നത് അതിദൃഢമായ ഭേദഗതി. അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ എന്താണ്? ചില പ്രധാനപ്പെട്ട വകുപ്പുകള് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം മാത്രമല്ല, പിന്നീട് എന്താണ്? പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതാണ് അതിദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. ഉദാഹരണം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവും ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ ഇതൊക്കെ എന്താണ്? അതിദൃഢമായ ഭേദഗതിക്ക് ഉദാഹരണമാണ്. അതിദൃഢമായ ഭേദഗതിക്ക് ഉദാഹരണമാണ്. ഇവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് വിഷയങ്ങൾ, ഭേദഗതി രീതി. എന്താണ്? സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം ഏതാണ്? അത് അയവുള്ള ഭേദഗതിയിൽ ഉൾപ്പെടുന്നതാണ്. സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം എന്താണ്? ഭേദഗതി രീതി എങ്ങനെയാണ്? അത് അയവുള്ള ഭേദഗതിയിലാണ്. ഇനി 86-ാം ഭരണഘടനാ ഭേദഗതി, 86-ാം ഭരണഘടനാ ഭേദഗതി അത് ദൃഢമായ ഭേദഗതിയിൽ വരുന്നതാണ്. പിന്നീട് എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തല്, അത് അതിദൃഢമായ ഭേദഗതിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് ആണ്. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് ആണ്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പാക്കൽ, ഭരണ നിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പം നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പാക്കൽ, ഭരണ നിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തില് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇപ്പോഴ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഇപ്പോഴ് ഒന്നുകൂടെ പറയാം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പാക്കൽ, ഭരണ നിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയിലൂടെയാണ്. കാര്യനിർവഹണ വിഭാഗത്തെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നും സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതില് രാഷ്ട്രീയ എക്സിക്യൂട്ടീവില് ഉൾപ്പെടുന്നതാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര് ഇതില് രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നു. ഇനി സ്ഥിരം എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നതാണ് ഉദ്യോഗ വൃന്ദം,
അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. സ്ഥിരം എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാണ്? ഉദ്യോഗ വൃന്ദങ്ങളാണ് വരുന്നത്. അതിലേതൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. നാമമാത്രമായ എക്സിക്യൂട്ടീവ് എന്നും യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്നും. നാമമാത്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. നാമമാത്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇനി യഥാർത്ഥ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നതാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. ഇതിൽ പറയുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ്? ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾക്ക് അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്താണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമാണ് പറയുന്നത്. അതില് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നത്. ഇനി എന്താണ്? ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത്. ഇപ്പൊ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എപ്പോഴും ആരായിരിക്കും? അത് രാഷ്ട്രപതിയാണ്. എന്നാൽ ഇദ്ദേഹം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. ഇനി രാഷ്ട്രപതി അഥവാ പ്രസിഡന്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? അത് രാഷ്ട്രപതിയാണ്. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ എത്ര വയസ്സാണ് പറയുന്നത്? 35 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും പിന്നീട് എന്താണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇനി 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ കാലാവധി എത്രയാണ്? 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലയായിട്ട് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പിന്നീട് എന്താണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, പിന്നീട് എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലയായിട്ട് പറയുന്നത്. ഇനി രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? അത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തില് ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകളെല്ലാം നിർവഹിക്കുന്നത്. ഇത്രയാണ് രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്.
35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഇനി പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജ് ആണ് ആരെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നത്. ഇനി കാലാവധി ചോദിച്ചാൽ 5 വർഷമാണ്. ഇനി അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെ മന്ത്രിസഭയെ നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ചുമതലയായിട്ട് പറയുന്നത്. ഇനി രാഷ്ട്രപതി ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്? അത് ഉപരാഷ്ട്രപതിക്കാണ്. ഇനി രാഷ്ട്രപതിയുടെ അഭാവത്തില് ഉപരാഷ്ട്രപതി ആയിരിക്കും ഈ ചുമതലകൾ എല്ലാം നിർവഹിക്കുന്നത്. ഇത്രയാണ് രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തയായിട്ട് പറയുന്നത് പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. അപ്പൊ രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയില് ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയിലെ ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ചുമതല? മന്ത്രിസഭ രൂപീകരിക്കുക, മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിയമിക്കുക, ഇതൊക്കെ നിശ്ചയിക്കുകയും ചെയ്യുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ഇനി മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. എന്തൊക്കെയാണ്? മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിക്കുന്ന ഒരു കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നുണ്ട്. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. അപ്പൊ എന്താണ്? 5 വർഷ കാലാവധിക്ക് മുമ്പായിട്ട് ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമാകുന്ന പക്ഷം എന്താണ്? പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ് എന്ന് പറയുന്നു. ഇത്രയാണ് രാഷ്ട്രപതിയെ കുറിച്ചും പ്രധാനമന്ത്രിയെ കുറിച്ചും പറയുന്നത്. ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തെറ്റായത് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. ഇപ്പൊ എന്താണ്? കാര്യനിർവഹണത്തിലെ തലവൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഇനി രാഷ്ട്രപതിക്ക് വിവേചന അധികാരമുണ്ട്. ഇത് ശരിയാണോ? അപ്പൊ അത് ഒരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാഷ്ട്രപതിക്ക് വിവേചന അധികാരമുണ്ട്. ഇനി എന്താണ്? മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. അത് ശരിയാണ്. ഇനി പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി രാഷ്ട്രപതി ആർക്കാണ്? അത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്ന ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ഇനി ഗവർണറാണ് നിയമിക്കുന്നത്. അപ്പൊ പ്രധാനമന്ത്രിയെ നിയമിക്കുന്ന ആരാണ്? അത് രാഷ്ട്രപതിയാണ്. അപ്പം ശരിയോ തെറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രപതിയെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രപതിയെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. ഇതിന്റെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് മന്ത്രിസഭയുടെ ചുമതലകളാണ്. മന്ത്രിസഭയുടെ ചുമതലകളാണ്. രാജ്യഭരണം നിർവഹിക്കുക. മന്ത്രിസഭയുടെ ചുമതലകളാണ് പറയുന്നത്. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. മന്ത്രിസഭയുടെ ചുമതലകളാണ് പറയുന്നത്. രാജ്യഭരണം നിർവഹിക്കുക. എന്താണ്? രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. ഇനി ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതൊക്കെയാണ് മന്ത്രിസഭയുടെ ചുമതലകളായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് രാജ്യഭരണം
നിർവഹിക്കുക. രാജ്യഭരണം നിർവഹിക്കുക. ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. ഇനി ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതൊക്കെയാണ് മന്ത്രിസഭയുടെ ചുമതലകളായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇപ്പൊ മന്ത്രിസഭയുടെ ചുമതലകളാണ് പറഞ്ഞത്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗമാണ്, അഥവാ പെർമനന്റ് എക്സിക്യൂട്ടീവ്. സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ പെർമനന്റ് എക്സിക്യൂട്ടീവ് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗ വൃന്ദമാണ്. അപ്പൊ എന്താണ്? ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇനി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണ് ആര്? ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരായതുകൊണ്ടാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ്? ഒന്നുകൂടെ പറയാം. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണ് ഈ സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇനി നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളത് കൊണ്ടാണ് എന്താണ് ഒരു സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തയായിട്ട് പറയാൻ പോകുന്നത് നീതിന്യായ വിഭാഗമാണ്, അഥവാ ജുഡീഷ്യറി ആണ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുകയാണ് എന്താണ് നീതിന്യായ വിഭാഗത്തിൽ പറയുന്നത്. എന്താണ്? പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുകയാണ് ജുഡീഷ്യറിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നാണ് അറിയപ്പെടുന്നത്. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. ഇനി സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിൽ ഉള്ളത്. പിരമിഡിന്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടി വരികയും ചെയ്യുന്നു. അപ്പോഴെന്താണ്? പിരമിഡിന്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. എന്നാൽ താഴേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഇപ്പൊ താഴേക്ക് വരുംതോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരം കുറയുകയും ചെയ്യുന്നു. ആദ്യമായിട്ട് എന്താണ്? ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതിയാണ്. അതിന്റെ താഴെ എന്താണ്? ഹൈക്കോടതി. പിന്നീട് വരുന്നത് എന്താണ്? അതിന്റെ താഴെ ജില്ലാ കോടതി. പിന്നീടാണ് കീഴ്ക്കോടതികൾ. അപ്പൊ മുകളിലേക്ക് പോകുന്തോറും എന്താണ്? കോടതികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പക്ഷെ എന്താണ്? അവിടെ അധികാരങ്ങൾ എപ്പോഴും കൂടുതലായിരിക്കും. സുപ്രീം കോടതിയിലൊക്കെ അധികാരങ്ങൾ എപ്പോഴും കൂടുതലായിരിക്കും. എന്നാൽ താഴേക്ക് വരുന്തോറും എന്താണ്? കോടതികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. എന്നാൽ അവർക്ക് എന്താണ്? അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. അപ്പം ആദ്യം സുപ്രീം കോടതി, പിന്നെന്താണ്? ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതി, പിന്നാണ് കീഴ്ക്കോടതി. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് സുപ്രീം കോടതിയാണ്. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി, നമ്മുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. നിലവിൽ വന്നത് എന്നാണ്? അത് 1950 ജനുവരി 28-നാണ്. അപ്പൊ നമ്മുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. 1950 ജനുവരി 28-ന് നിലവിൽ വന്നു. ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്.
സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? അത് 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അപ്പൊ ഈ ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? അത് പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും ആർക്ക് മുമ്പാകെയാണ്? അത് രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. അപ്പൊ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമ തർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും നിലകൊള്ളുന്നു. അപ്പൊ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനായി നിലകൊള്ളുന്നത് ആരാണ്? അത് സുപ്രീം കോടതിയാണ്. അപ്പം നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം എന്നാണ്? അത് 1950 ജനുവരി 28-നാണ്. 1950 ജനുവരി 28-നാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി പറയുന്നത് എത്രയാണ്? അത് 65 വയസ്സാണ്. ഇനി ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? അത് പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും ആർക്ക് മുമ്പാകെയാണ്? അത് രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. ഒന്നാമതായിട്ട് പറയുന്നത് ഉത്ഭവ അധികാരം. എന്താണ്? ഉത്ഭവ അധികാരം. ഇത് പറയുന്നത് എന്താണ്? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവ അധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. അപ്പൊ സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവ അധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം പറഞ്ഞാല് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. ഇവിടെ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളാണ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ്? അതെന്താണ്? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അപ്പൊ സുപ്രീം കോടതി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഉയർന്ന ഒരു അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെ വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെ വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അടുത്തയായിട്ട് പറയുന്നത് ഉപദേശ അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമ ഉപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ഇതാണ് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമ ഉപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തയായിട്ട് പറയുന്നത് റിട്ട് അധികാരമാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അപ്പൊ എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ എന്താണ്? അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തില് പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം ഉണ്ട്. ഇനി അടുത്തയായിട്ട് പറയുന്നത് പുനരവലോകന അധികാരം. ഇതാണ് പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതില് നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അപ്പൊ ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഏതൊക്കെയാണ്? ഉത്ഭവ അധികാരം, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, ഉപദേശക അധികാരം, റിട്ട് അധികാരം, പുനരവലോകന അധികാരം. ഇത്രയാണ് സുപ്രീം കോടതിയുടെ അധികാരമായിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ഉത്ഭവ അധികാരം, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, ഉപദേശ അധികാരം, റിട്ട് അധികാരം, പുനരവലോകന അധികാരം. ഇനി എന്താണ് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടന സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടന വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ്
നീതിന്യായ പുനരവലോകനം എന്നതുകൊണ്ട് പറയുന്നത്. അപ്പൊ എന്താണ്? പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരത്തെ എന്തെന്ന് പറയാം? അത് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നു. ഇനി അടുത്തയായിട്ട് പറയുന്നത് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. അപ്പൊ ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായിട്ട് വിഭജിച്ച് നൽകിയിരിക്കുന്നു. അതാണ് നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്. എന്നാലും ഇവയ്ക്കിടയിൽ എന്താണ്? യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മളുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണേ.